ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരിയും മൈദയും ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹലോ, നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കിലോ പച്ചരിയും 400 ഗ്രാം ശർക്കരയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 400 ഗ്രാം ശർക്കരയിലേക്ക് 350 ml വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കാം. മുഴുവൻ ശർക്കരയും അതിൽ അലിഞ്ഞു ചേരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 കിലോ പച്ചരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയുടെ തരി പോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. 1/2 കിലോ പച്ചരി പൊടിച്ചിട്ട് ഞാൻ ആ പൊടിയുടെ അളവ് നോക്കിയപ്പോൾ അത് 600 ഗ്രാം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 150 ഗ്രാം മൈദ ചേർക്കുവാണ്. അതായത് അരി എത്രയാണോ എടുത്തത് അതിൻ്റെ 4/1 മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 പാളയൻകോടൻ പഴം അടിച്ച് ചേർക്കണം. പാളയൻകോടൻ പഴമാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ റോബസ്റ്റ് ആയാലും ചേർത്താൽ മതി. ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടും കുറച്ച് ടേസ്റ്റ് കിട്ടാനായിട്ടും ഇത് സഹായിക്കും. പഴം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധിക ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അധിക ദിവസം വെച്ചിരിക്കേണ്ട ഉണ്ണിയപ്പമാണെങ്കിൽ നമുക്ക് പഴം ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പല രീതിയിലും നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും. അരിപ്പൊടിയും മൈദയും പഴം അടിച്ച് ചേർത്തതും പിന്നെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒരുമിച്ച് ഒഴിക്കരുത്, വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഉണ്ണിയപ്പം ശരിയാവില്ല. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന അളവ് കറക്റ്റാണ്. 400 ഗ്രാം ശർക്കരയിലേക്ക് 350 ml വെള്ളമൊഴിച്ച് പാനിയാക്കിയത് 1/2 കിലോ മാവിന് കറക്റ്റായിട്ടുള്ള വെള്ളമായിരുന്നു. ശർക്കരപ്പാനി ചെറു ചൂടോടെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ശർക്കരപ്പാനിയിൽ തന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ശർക്കര പാനിയാക്കുമ്പോഴുള്ള വെള്ളം എടുക്കാൻ. അഥവാ ശർക്കരപ്പാനി പോരാതെ വന്നെങ്കിൽ മാത്രം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബാറ്റർ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും കൂടി വറുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ ഏലക്കയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഏലക്ക മാത്രം ഇട്ടാണേലും ഉണ്ടാക്കാം. ചിലർ ചുക്കുപൊടി കൂടി ഇടും. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി വയ്ക്കാം. അതിലേക്ക് 1/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നെയ്യിലാണേലും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 1/2 ഭാഗത്തോളം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിക്കരുത്, പൊങ്ങി വരുമ്പോൾ വിടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. അത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ വേവുകയുള്ളൂ. ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം കരിയും, ഉള്ളു വേവില്ല. ഓരോ പ്രാവശ്യവും ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം കലക്കിയിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ അടിയിൽ കിടക്കും. ഒരു സൈഡ് നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇങ്ങനെ നമുക്ക് മുഴുവൻ ഉണ്ണിയപ്പവും ചുട്ടെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം എന്തോന്ന് പറയാം, അതിനകത്ത് കമ്പി കൊണ്ട് കുത്തുമ്പോൾ അത് മാവ് ഒട്ടും കമ്പിയിൽ പിടിച്ചിട്ടില്ല എങ്കിൽ അത് കറക്റ്റ് വെന്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. നമ്മൾ തയ്യാറാക്കിയ ഈ സെയിം ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം.
പൊങ്ങാൻ വെക്കേണ്ട കാര്യമില്ല. അരമണിക്കൂറിനുള്ളിൽ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഉണ്ണിയപ്പം എല്ലാം കോരിയിടാം. ഏലക്കയും ജീരകവും പൊടിച്ചത് ഞാൻ ചുടുന്നതിന് തൊട്ട് മുന്നെയാണ് ചേർക്കുന്നത്. കുറച്ചുകൂടി സ്മെല്ല് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഈ ഒരു അളവെല്ലാം വളരെ കറക്റ്റാണ്. ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ നല്ലവണ്ണം വെന്ത് ഉള്ളൊക്കെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.